ഇത് നമ്മുടെ യുകെയിലെ ലിതം സെൻറ്റ് ആൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബീച്ച് സൈഡിൽ നടക്കുന്ന പട്ടം പറത്തുന്ന ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റൈഡുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് പട്ടം. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയുള്ള സാധാ പട്ടമല്ല, ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു പട്ടമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്കിവിടെ കുറച്ച് റൈഡുകളൊക്കെ കാണാനുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ പള്ളിപ്പെരുന്നാളിനും ക്ഷേത്രത്തിലെ ഉത്സവത്തിനൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ കൊണ്ടുവന്ന് ഓരോ റൈഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കയറാറുണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ അതിനേക്കാളൊരു വെറൈറ്റി സംഭവം. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സകല റൈഡേക്കടയും ലൈറ്റാണ്. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊന്ന് കയറാൻ തോന്നും. ആ രീതിയിൽ അടിപൊളിയാക്കി സെറ്റ് ചെയ്തേക്കണ കുറേ സംഭവങ്ങൾ. ചെറിയ പിള്ളേരായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തേക്കൂടെ തന്നെ കയറേണ്ടി വരും. കാരണം പിള്ളേരെ ഭയങ്കരമായിട്ടിത് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ ഈ സാധനമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുറേ ഗെയിമുകളൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രൈസ് കിട്ടുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഷൂട്ട് ചെയ്ത് വെച്ച് പാവേനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാക്കിയുള്ള ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ കിട്ടുക, അങ്ങനെയുള്ള കുറേ സെറ്റപ്പ് അതാണ് ഈ കാണുന്നത്. അപ്പോൾ അതേപോലെയുള്ള ഒത്തിരി വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഓരോ ചെറിയ പിള്ളേരൊക്കെ വന്നേച്ച് കളിക്കാനൊക്കെ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ മുഴുവൻ ഇതേപോലെ പല വെറൈറ്റി സാധനങ്ങൾ സെറ്റ് ചെയ്തേക്കുക. കാണാൻ തന്നെ മൊത്തത്തിൽ ഇവരൊരു ലൈറ്റിംഗ് ആണ് ഇവരുടെ ഒരു മെയിൻ സംഭവം. ഏത് ചെറിയ പാവ വെക്കണ കടയാണെങ്കിൽ പോലും അതിൻ്റെ ഓരോ മൂല വരെ ലൈറ്റ് കൊടുത്ത് അടിപൊളിയാക്കിയേക്കായിരിക്കും. കാണുന്നവനൊന്ന് കയറണം, അതാണ് ഈ സംഭവം സെറ്റ് ചെയ്തേക്കണതിനുള്ള ഉദ്ദേശം. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കയറി പോകട്ടോ, ആ രീതിയിലുള്ള സെറ്റപ്പാണ് ഇത്. പിന്നെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ആകാശൂഞ്ഞാലാണ്. ഇപ്പം നമ്മുടെ സാധാ ആകാശൂഞ്ഞാലല്ല, ഇത് പല ഡയറക്ഷനിൽ കറങ്ങും. കയറുന്നവൻ്റെ കിളി പറക്കും. ആ രീതിയിലാണ് ആ സാധനം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ നടന്നു പോകുമ്പോൾ ആൾക്കാരുടെ കൂവലാണ് പല റൈഡിൽ നിന്നൊക്കെ കേൾക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കയറി ഇരുന്നിട്ടുള്ള അതൊക്കെ ഇറങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടും കൊണ്ടുള്ള ബഹളം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെയൊക്കെ മുഴുവൻ അവർ നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് നല്ല അടിപൊളിയൊക്കെ കേട്ടോ. നല്ലൊരു ആംബിയൻസാണ് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സമയം പോണ അറിയില്ല. ഇപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ പിള്ളേരെയും കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും സമയം പോണ അറിയില്ല. കാരണം എല്ലാ റൈഡിക്കടയും കയറി ഇറങ്ങി നമ്മൾ വീട്ടിൽ പോകുമ്പോൾ തന്നെ ഒരു നേരമാവും. അപ്പോൾ ഇതാണ് അവിടെ മൊത്തത്തിലുള്ളൊരു വീഡിയോ. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പട്ടം. പട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ പട്ടമൊന്നുമല്ല, നല്ല വലിപ്പം വരും. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും വലിയ വലിപ്പം വരുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവർ ഇത് പറത്തി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നല്ല പട്ടം പറത്തുന്ന ആളുകൾക്ക് ഇവിടെ പ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഈ ഫിഷിൻ്റെ തന്നെ സാധനം കണ്ടോ, നല്ല വലിപ്പം വരും ഈ സാധനത്തിന്. അപ്പോൾ നമ്മളിത് കുറേ ദൂരെ നിന്ന് വീഡിയോ എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇവർ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിൻ്റെ സെറ്റപ്പ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പാടില്ല. ഇനിയിപ്പോൾ വയറിട്ട് ഇതിനകത്തേക്ക് കറണ്ട് കൊടുത്തേക്കുന്നതാണോ അത് വല്ല ബാറ്ററി ആണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അത് കാണാൻ നല്ല രസമൊക്കെ, മണിക്കൂറുകളോളം ഈ ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ബാറ്ററി ആവാൻ ചാൻസ് ഇല്ല, എന്നാലും ഇത് നല്ല സെറ്റപ്പാണ് കേട്ടോ കാണാൻ. യുകെയിൽ ഒരുപാട് ഇതേപോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ബീച്ച് സൈഡൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ഒത്തിരി പരിപാടികൾ അവിടെയൊക്കെ നടക്കും. അപ്പം നമ്മുടെ ഏരിയ ഒരു ബീച്ച് സൈഡാണ്. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി പരിപാടികളൊക്കെ നമുക്ക് കാണാം. പിന്നെ അവിടെ നിന്ന് ഈ പട്ടം പറത്തുന്ന പരിപാടിയൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ചോക്ലേറ്റൊക്കെ വെക്കുന്നൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി നമുക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു. അപ്പോൾ നമ്മളത് കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സാധനമാണ്, നല്ല ഹോം മെയ്ഡ് നല്ല സാധനമായതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനം മേടിച്ചു. അപ്പോൾ ഇതിൻ്റെ വില തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ഗ്രാമിന് 4 പൗണ്ട് അടുത്ത് വരും. അത്യാവശ്യം നല്ല വിലയുണ്ട്, പക്ഷേ സാധനം നല്ലതായിരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളിനൊക്കെ ഈ പെട്ടിക്കടയിൽ കിട്ടുന്ന അതേപോലെയുള്ള സെറ്റപ്പ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ജെല്ലി മിഠായിയുടെ പല വെറൈറ്റി സാധനങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഒരുപാട് കടകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വിൽക്കുന്ന ഈ ഫിഷ് ആൻഡ് ചിപ്സ്, ഐസ്ക്രീം, ചോക്ലേറ്റ്, ഇതുപോലെയുള്ള ജെല്ലി മിഠായി, അങ്ങനെ ഒത്തിരി വെറൈറ്റി സംഭവങ്ങൾ ഇവിടുത്തെ പിള്ളേർക്കും ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പള്ളിപ്പെരുന്നാളിന് ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ മേടിക്കില്ല. അതുപോലെ ഒരുപാട് ആളുകൾ ഈ സാധനങ്ങളൊക്കെ വന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ് എല്ലാം. അപ്പോൾ നമ്മളൊരു പമ്പരമൊക്കെ മേടിച്ച് പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.